നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. അങ്ങനെ ഒരു ജീവനും കൂടി കൽപ്പറ്റ വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ അറുമുഖനാണ് ഇന്നലെ ആനയുടെ കുത്തേറ്റ് ഇന്നലെ മരണപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ആരാണ് അല്ലേ? ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വയനാട് ലോകസഭയിൽ മത്സരിച്ച 2024 മത്സരിച്ച ഒരു എളിയ സ്ഥാനാർത്ഥി, അമ്പലവാസിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെൻറ് SC/ST ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ ആളുകൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഇവരുടെ ട്രൈബൽ മേഖലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക പട്ടികജാതി പട്ടികവർഗം എന്ന രീതിയിൽ ഒരു വകുപ്പ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വകുപ്പ് കൊണ്ട് ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിലെ ഹിന്ദുക്കളായ ആളുകൾ, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടല്ലാണ്ട് ഗവൺമെൻറ് എന്ത് രീതിയിലാണ് ഇവരെ സഹായിച്ചിട്ടുള്ളത് ഇതുവരെ? ആ ഒരു വകുപ്പ് തന്നെ പിരിച്ചുവിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളെ വനാന്തരങ്ങളിൽ നിന്ന്, വനപ്രദേശത്ത് നിന്ന് നാട്ടിൻപുറത്തേക്ക് അവരെ കൊണ്ടുവരിക, 5 സെൻറ്റോ 10 സെൻറ്റോ നല്ല ജനവാസമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം. അത് നമുക്ക് ആനയെ തുരത്തി ഓടിക്കലല്ല വേണ്ടത്. ആനയെ എവിടേക്ക് തുരത്തി ഓടിക്കുന്നതാണ്? ആന കാട്ടിലുള്ള ഒരു മൃഗമാണ് അല്ലേ? ആ കാടിനടുത്തേക്കാണ് ഇവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ആളുകൾ അവർ അവിടെ തന്നെ കാലാകാലങ്ങളായിട്ട് നിൽക്കുന്നത്. അവരെ വനാന്തരങ്ങളിൽ നിന്ന് അവർ വരാൻ തയ്യാറല്ലെങ്കിൽ അവർ മരപ്പൊത്തിലോ അല്ലെങ്കിൽ ഏറുമാടം കെട്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല ഷെഡ് കെട്ടിയിട്ട് പുഴയോരത്തൊക്കെ പാവങ്ങൾ താമസിക്കുമ്പോൾ അവരെ നിർബന്ധമായിട്ട് അവരെ നാട്ടിൻപുറത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ 2 കൊടുത്തിട്ടായാലും ശരി, അവരെ കൊണ്ടുവരണം. അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ സമൂഹത്തിലെ ഉയരച്ച് എല്ലാവരെ പോലെ, നമ്മളുടെ കുടുംബാംഗങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾ ജീവിക്കുന്ന പോലെ തന്നെ അവരെ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും അവരെ കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയ്ക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി എന്നാണ്? ഇനിയും അടുത്ത മരണം നോക്കിയിട്ട് നിൽക്കും. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച 5 ലക്ഷം 10 ലക്ഷം കൊടുത്ത് തടി ഊരും അല്ലേ? ഇതല്ല വേണ്ടത്. അവരെ എത്രയും പെട്ടെന്ന് ഈ വന്യമൃഗങ്ങളുടെ, പുലിയായാലും ആനയാണെങ്കിലും, ഇവർ ശല്യങ്ങളില്ലാതെ വനാന്തര പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവരെയും നാട്ടുപുറത്തേക്ക് കൊണ്ടുവരണം അടിയന്തരമായിട്ട്. അതാണ് ചെയ്യേണ്ടത് ഗവൺമെൻറ്.